أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا صدق الله العظيم. സൂറത്തുൽ ഫുർഖാൻ ആയത്ത് 1. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. തബാറക, അനുഗ്രഹമുടയവനത്രേ. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ സിയാദത്തുൽ ഖൈർ, അഥവാ നന്മയുടെ ആധിക്യം, എല്ലാ നിലക്കുമുള്ള നല്ല അവസ്ഥ അത് ഉള്ളവനായിരിക്കുന്നു, അല്ലെങ്കിൽ ഉള്ളവനാണ്. അല്ലദീ നസ്സല, ഇറക്കിയവൻ. അൽ ഫുർഖാന, ഫുർഖാനിനെ, ഈ ഫുർഖാനിനെ എന്നർത്ഥം, അഥവാ ഈ സത്യവും അസത്യവും വേർതിരിക്കുന്നതിനെ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഫുർഖാൻ എന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു വിശേഷണ നാമമാണ്. സത്യവും അസത്യവും വേർതിരിക്കുന്നത് എന്നാണ് ഉദ്ദേശം. അലാ അബ്ദിഹി, അവൻ്റെ അടിമക്കുമേൽ. ലിയകൂന, അതായിത്തീരാൻ വേണ്ടി, അദ്ദേഹം ആയിത്തീരാൻ വേണ്ടി. ലിൽ ആലമീന, ലോകർക്ക്. നദീറ, മുന്നറിയിപ്പുകാരൻ. സൂറത്തിൻ്റെ 1-ാമത്തെ ആയത്താണ്, അഥവാ പറയാൻ പോകുന്ന വിഷയങ്ങളുടെ അതിലേക്ക് സൂചന നൽകുന്ന ഒരു തുടക്കമാണ്. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന, അൽ ഫുർഖാൻ ഇറക്കിയവൻ അനുഗ്രഹീതനത്രേ, അനുഗ്രഹമുടയവനത്രേ. അനുഗ്രഹീതൻ എന്ന് പറയുമ്പോൾ വേറെ ആരോ അനുഗ്രഹം ചെയ്തു എന്നാണ്, അല്ല, സ്വന്തം നിലയിൽ തന്നെ ബർക്കത്തുടയവനാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു പരിമിതിയോ പോരായ്മയോ ന്യൂനതയോ അല്ലെങ്കിൽ ഒരു കഷ്ടപ്പെടലോ ഒരു സാഹസപ്പെടലോ ഒരു ക്ഷീണിച്ചു പോകലോ ഒക്കെ ഒന്നും അനുഭവിക്കുന്നില്ല. നമുക്ക് എത്ര വലിയ ആരോഗ്യവും കരുത്തും കഴിവും സാമ്പത്തിക ശേഷിയും ഒക്കെ ഉള്ളവരാണെന്ന് പറഞ്ഞാലും ഒരു ലിമിറ്റുണ്ട്. നമ്മുടെ ശക്തിക്കൊരു ലിമിറ്റുണ്ട്, നമ്മുടെ പണത്തിനൊരു ലിമിറ്റുണ്ട്, ആരോഗ്യത്തിന് ലിമിറ്റുണ്ട്, ഉന്മേഷത്തിന് ലിമിറ്റുണ്ട്, ഒക്കെയുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആൻ വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം അള്ളാഹു എടുത്തു പറയുകയാണ്. അത് ഖുർആൻ വായിച്ചാൽ തന്നെ മനസ്സിലാകും. ഇതിറക്കിയവൻ വളരെ എല്ലാ യോഗ്യതകളും തികഞ്ഞവനാണ് എന്ന്. തബാറക്കല്ലദീ നസ്സലൽ കിതാബ, അൻസല അലാ അബ്ദിഹിൽ കിതാബ, ഇങ്ങനെയൊക്കെ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ. ഇവിടെ അൽ ഫുർഖാൻ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഫുർഖാൻ എന്നാൽ കഴിഞ്ഞ ദിവസം ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഉദ്ദേശം നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള മാനദണ്ഡം. മൂസാ അലൈഹിസ്സലാമിന് ഫുർഖാൻ കൊടുത്തു. അതുപോലെ നിങ്ങൾക്ക് തഖ്വയുണ്ടെങ്കിൽ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഫുർഖാൻ ഉണ്ടാക്കി തരും. അതുപോലെ ബദറിൻ്റെ ദിവസത്തെക്കുറിച്ച് യൗമൽ തഖൽ ഫുർഖാനി, യൗമൽ തഖൽ ജംആനി യൗമൽ ഫുർഖാനി, ബദറിൻ്റെ ദിവസത്തെ യൗമുൽ ഫുർഖാൻ എന്ന് അല്ലാഹു തആല വിശേഷിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിനെ ആ പേരിൽ വിശേഷിപ്പിക്കുന്നത് എന്തിനാണ്? സത്യവും അസത്യവും, ഹഖും ബാത്തിലും, അതുപോലെ വിവേകവും അവിവേകവും, ലലാലത്തും ഹുദയും, ഗയ്യും റുഷ്ദും ഒക്കെ വേർതിരിക്കുന്നതാണ് പരിശുദ്ധ ഖുർആൻ. അഥവാ പരിശുദ്ധ ഖുർആനിനെ അടിസ്ഥാനമാക്കി ഈ ലോകത്തെ, ഈ ജീവിതത്തെയും പഠിച്ചാൽ ഇന്നത് സത്യമാണ്, ഇന്നത് വ്യാജമാണ് എന്ന് വേർതിരിയും വേഗം. അല്ലെങ്കിലോ വലിയ ബുദ്ധിജീവിയൊക്കെ ആണെങ്കിലും ഇരുട്ടിൽ തപ്പുകയും ചെയ്യും.
ആ ഇരുട്ടുകളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാനാണല്ലോ അല്ലാഹു തആല റസൂലുള്ളമാരെ പറഞ്ഞയച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ ഫുർഖാൻ ഇറക്കിയവൻ എല്ലാ നിലക്കും യോഗ്യനാണ്. അല്ലാതെ ഏതോ ഒരു പാവം അങ്ങനെ പറയാനൊരു സാഹചര്യം അവിടെയുണ്ട്. റസൂലുള്ളാഹിന്റെ നേരെ ആരോപിക്കപ്പെട്ടിരുന്നത് ഒന്ന് കവിയാണ് എന്ന ആരോപണമാണ്. കവികൾ ഒന്ന് കവിതയുടെ തന്നെ പരിമിതി ഉണ്ടാകും. പിന്നെ കവികൾ പരിഭവം പറയലാണ്. നമ്മളെ മലയാള കവിതകൾ പോലെ തന്നെ അവരുടെ സങ്കടം, വിഷമം, ദുഃഖം, പരിവേദനങ്ങൾ, ഇനിയും മരിക്കാത്ത ഭൂമി നിന്നെ ആസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, ഇങ്ങനെ കവിയുടെ ദുഃഖവും നിസ്സഹായതയും ഗതികേടും ഒക്കെ പ്രകടിപ്പിക്കലാണ് ബഹുഭൂരിപക്ഷവും കവിതയിൽ. അല്ലെങ്കിൽ പിന്നെ വെറുതെ വീമ്പിളക്കൽ, ഇല്ലാത്ത അവകാശവാദങ്ങൾ, പിന്നെ പ്രണയം പോലെയുള്ള അതും ഒരു പരിവേദനം തന്നെ ആയിരിക്കുമല്ലോ പലപ്പോഴും. മോഹങ്ങൾ, ആഗ്രഹങ്ങൾ ഒക്കെയാണ്. എന്നാൽ വളരെ ഔദ്യോഗികമായി ആധികാരികമായാണ് പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. ഖുർആനിൻ്റെ തുടക്കം തന്നെ യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, ഒരാജ്ഞയാണ്. മനുഷ്യരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവൻ്റെ അവനെ ദാസ്യവൃത്തി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും, ഒരാജ്ഞാസ്വരം അതിൽ കാണാൻ കഴിയും. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ഉടനീളം നമുക്ക് അത് കാണാൻ കഴിയും. സാധാരണഗതി ഇപ്പോൾ മനുഷ്യർ ഒരാളുടെ സ്ഥാപനത്തിൽ പലരും വന്നിട്ട് പലതും ചോദിക്കും. അത് ഒന്ന് തരുമോ, എടുക്കുമോ എന്നൊക്കെ ഒരു അപേക്ഷാ സ്വരത്തിൽ, ഒരു അഭ്യർത്ഥനയിലാണ്. എന്നാൽ ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ വന്നിട്ട് ഇതങ്ങോട്ട് എടുക്കുക, ഇതങ്ങോട്ട് വെക്കുക, അതിങ്ങോട്ട് എടുക്കുക എന്നൊക്കെ വളരെ ആധികാരിക സ്വരത്തിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാകും ഇത് ഈ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ആരോ ആണ് എന്ന്. അയാൾ വന്നിട്ടാണല്ലോ കൽപ്പനാസ്വരത്തിൽ, ആജ്ഞാസ്വരത്തിൽ പറയുക. എന്നതുപോലെ പരിശുദ്ധ ഖുർആനിൻ്റെ വാചകങ്ങൾ പഠിച്ചു നോക്കിയാൽ വളരെ ആധികാരികമായ, ഒരു പരിമിതിയുമില്ലാത്ത, എല്ലാ നിലക്കും യോഗ്യനായ ഒരുത്തനാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കിയിരിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാകും. പിന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ സ്വഭാവം അത് വളരെ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് ഹക്കും ബാത്തിലും വേർതിരിക്കുന്നുണ്ട്. അല്ലാതെ എന്തൊക്കെയോ ഭാവനകൾ, എന്തൊക്കെയോ ചിന്തകൾ, അങ്ങനെ ചിലത് മനസ്സിലാകായ്മകൾ, ഇങ്ങനെയൊന്നുള്ള പരിമിതികളൊന്നും ഇതിറക്കിയവനില്ല എന്ന് ഈ വരികൾ സാക്ഷിയാണ്. അല അബ്ദിഹി, തൻ്റെ അടിമക്ക് എന്ന് പറഞ്ഞതിനെ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ള ഒരു മദ്ഹായിട്ടാണ്, ഒരു പുകഴ്ത്തലായിട്ടാണ്. പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുക ഒരാക്ഷേപമായിട്ടാണ്. എന്നാൽ അങ്ങേയറ്റത്ത പുകഴ്ത്തലും പ്രശംസിക്കലും ഒക്കെയാണ് ഇത് എന്ന് ഇമാം ഇബ്നു കസീറൊക്കെ അത് പറയുന്നുണ്ട്. ഖൗലുഹു അലാ അബ്ദിഹി ഹാദിഹി സിഫത്തു മദ്ഹിൻ വ സനാഇൻ ലിഅന്നഹു അളാഫഹു ഇലാ ഉബൂദിയ്യത്തിഹി. അള്ളാൻ്റെ അടിമയാണ് എന്നത് അള്ളാഹ് അംഗീകരിച്ചത് കൊണ്ടാണല്ലോ അടിമ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഹമ്മദ് എന്ന് അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കാം. അങ്ങനെയൊന്നും പേര് വിളിച്ചിട്ടില്ല അള്ളാഹു ആദരിക്കാൻ വേണ്ടി. മുഹമ്മദ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? വാഴ്ത്തപ്പെടുന്നവൻ എന്നാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം നിലയിൽ ബാധ്യതയുള്ള പേരല്ല. കാരണം അത് പിതാമഹനായ അബ്ദുൽ മുത്തലിബ് ഇട്ടതാണ്. പിന്നെ നബി, റസൂൽ എന്നൊക്കെയുള്ള വിളിയുണ്ട്. അതൊക്കെ യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹർ റസൂലു, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാനൊരു റസൂലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം തീരുമാനിച്ചതല്ല, അള്ളാഹു പിടിച്ച് റസൂലും നബിയൊക്കെ ആക്കിയതാണ്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം ആകാൻ ആഗ്രഹിക്കുന്ന ഒന്ന് എന്താണ്? അത് അബ്ദാണ്. സൂറത്തുൽ ഇസ്രാഇന്റെ തുടക്കത്തിൽ സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി എന്ന് പറഞ്ഞതുപോലെ, ഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിന, അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട്. അബ്ദ്, റസൂൽ അടിമയാകാൻ ആഗ്രഹിച്ച് നടക്കുന്നയാളാണ്. ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ല, ലൻ യസ്തൻകിഫൽ മസീഹു അൻ യകൂന അബ്ദൻ ലില്ലാ, അള്ളാഹുവിൻ്റെ അടിമയാകാൻ മസീഹ് ഈസാ ഇബ്നു മറിയം ഒരിക്കലും വൈമനസ്യം കാണിക്കുകയില്ല. കാരണം അത് ആഗ്രഹിച്ച് നടക്കുകയാണ്.
കാലിൽ നീര് വന്ന നമസ്കരിച്ചിട്ട് ധാരാളം ഉറക്കളച്ച് നമസ്കരിച്ചിട്ട് കാലിൽ നീര് വന്നിട്ട് പരിഭവം പറഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, അഫലാ ഉഹിബ്ബ അൻ അകൂന അബ്ദൻ ഷക്കൂറ, എനിക്കൊരു നന്ദിയുള്ള അടിമയാകാൻ ആഗ്രഹിച്ചുകൂടെ? ഇങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്ന ആളെയാണ് അള്ളാഹു അടിമയെന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അടിമ എന്ന് സംബോധന ചെയ്യുന്നത്. സ്വാഭാവികമായും അതൊരു അംഗീകാരമായിട്ടാണ് മനസ്സിലാക്കപ്പെടുക. അതാണ് ഇവിടെ അടിമക്ക് കിതാബ് ഇറക്കി എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിമയും റസൂലുമാണ്. അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. മറ്റൊരു കാര്യവും കൂടിയുണ്ട്. അതെന്താണ്? അള്ളാഹുവിൻ്റെ അടിമയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അഥവാ അള്ളാഹുവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള, സ്വന്തമായി ഒന്നും പറയാത്ത, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ, ദേഹേച്ഛയുടെ പേരിലൊന്നും സംസാരിക്കില്ല. പൂർണ്ണ നിയന്ത്രണം അള്ളാഹുവിനാണ്. അങ്ങനെയാണല്ലോ. അപ്പം നമ്മൾ സ്ഥാപനത്തിലെ തൊഴിലാളി അല്ലെങ്കിൽ ജീവനക്കാർ, അവരൊന്നും അടിമകളല്ല. അതുകൊണ്ട് തന്നെ അവരവരുടെ ആഗ്രഹത്തിനും താല്പര്യത്തിനും അനുസരിച്ച് ഉള്ള ഷെഡ്യൂളും മൊടികളും പ്രൊഡക്ഷനും ഒക്കെ അറേഞ്ച് ചെയ്യും. അവർക്കൊന്നും ഒഴിവില്ലെങ്കിൽ ഇന്ന് വേണ്ടെന്നൊക്കെ വെക്കും. ഇങ്ങനെയൊക്കെ കാണാറുണ്ടല്ലോ നമ്മൾ. എന്നാൽ അള്ളാഹുവിൻ്റെ അടിമയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പണിയെടുക്കുക. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഇച്ഛക്കോ അള്ളാഹിൻ്റെ താല്പര്യത്തിനോ വിരുദ്ധമായി, അല്ലെങ്കിൽ അവൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായിട്ടൊന്നും സ്വന്തം നിലയിൽ ഒന്നും ചെയ്യുകയില്ല. ഒക്കെ അള്ളാഹുവിൻ്റെ അടിമ എന്ന നിലക്കുള്ളതാണ്. അതുകൂടി സൂചിപ്പിക്കുന്നുണ്ട് ഈ അല അബ്ദിഹി എന്ന വാക്ക്. എന്തിനാണ് ഇങ്ങനെ ഒന്ന് ഇറക്കിയിരിക്കുന്നത്? നസ്സലൽ ഫുർഖാൻ എന്തിനാണ്? ലി യകൂന ലിൽ ആലമീന നദീറ, അദ്ദേഹം ലോകർക്ക് മുഴുവനും ഒരു മുന്നറിയിപ്പുകാരൻ ആകണം. അഥവാ മൊത്തം സമൂഹത്തിന്, മൊത്തം മനുഷ്യർക്ക്, വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറ, മുഴുവൻ മനുഷ്യർക്കും മുന്നറിയിപ്പുകാരനായിട്ടല്ലാതെ നാം താങ്കളെ അയച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ മുന്നറിയിപ്പ് മാത്രമാണ്, ചിലയിടത്ത് ബഷീറും നദീറും പറയും. എന്തായാലും അത് ലോകർക്ക് മുഴുവനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതുണ്ട്, ബുഇസ്തു ഇലൽ അഹ്മരി വൽ അസ്വദി, ഞാൻ ചുവന്നവനിലേക്കും കറുത്തവനിലേക്കും മുഴുവൻ നിയോഗിക്കപ്പെട്ടതാണ്. അതുപോലെ മറ്റ് നബിമാർക്കാർക്കും കിട്ടാത്ത ഫളില് സ്വന്തത്തിന് കിട്ടിയതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കാനൻ നബിയു യുബ്അസു ഇലാ ഖൗമിഹി ഖാസത്തൻ വ ബുഇസ്തു ഇലന്നാസി ആമത്തൻ. എല്ലാ നബിമാരും അവരുടെ സമൂഹത്തിലേക്ക് പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടതാണ്. വൈല ആദിൻ അഖാഹും ഹൂദ വൈല സമൂദ അഖാഹും ശുഐബ വൈല മദിയന അഖാഹും ശുഐബ വൈല സമൂദ അഖാഹും സാലിഹ. ഇങ്ങനെയൊക്കെ ഓരോ ജനതയിലേക്ക് നബിമാർ. എന്നാലോ വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കും. അതാണ് ബുഇസ്തു ഇലന്നാസി ആമത്തൻ. അള്ളാഹു അത് പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. റസൂലുള്ളാഹിനോട് പറയാൻ കൽപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളിലേക്ക്, മനുഷ്യരിലേക്ക് മുഴുവനുമുള്ള റസൂലാകുന്നു എന്ന്. അങ്ങനെ ലോകർക്ക് മുഴുവൻ മുന്നറിയിപ്പുകാരനായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിട്ടുള്ളത്. അങ്ങനെ ലോകർക്ക് മുഴുവൻ അദ്ദേഹം മുന്നറിയിപ്പുകാരനാകാനാണ് ഈ ഫുർഖാൻ ഇറക്കിയിട്ടുള്ളത്. അങ്ങനെ ഫുർഖാൻ ഇറക്കിയ അള്ളാഹു കേമൻ തന്നെ എന്നാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഫുർഖാനിനെ ശരിയായി പഠിക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദ്റാ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.